ഹലോ, ഞാൻ സുരേഷ് KS. എൻ്റെ ഈസി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം പാർട്ട് 9 3D വാൾ, 3D ഡോർ ഓപ്പണിംഗ്, 3D വിൻഡോ ഓപ്പണിംഗ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 3D റൂഫ്, 3D റൂഫ് എഡ്ജ്, 3D ഫ്ലോർ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായി നമുക്ക് ഈ 3D വാൾ നമുക്ക് ഫ്രീസ് ചെയ്യാം. ആദ്യം ഇത് 0 ലെയറിലേക്ക് ആക്കുക. ശേഷം 3D വാൾ ഫ്രീസ് ചെയ്യുക. ഇനി നാം 3D അല്ല റൂഫ് എടുക്കുക. 2D റൂഫ് അത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. അത് ഡ്രോ ചെയ്യുക. ഇത് വെച്ചാണ് നമ്മൾ 3D റൂഫ് ഉണ്ടാക്കുന്നത്. ഇതിന് ആദ്യം നമ്മൾ 2 ലെയർ ഉണ്ടാക്കുക. ലെയർ ക്രിയേറ്റ് ചെയ്യുക. LA ആണ് ഷോർട്ട് കട്ട്. LA എൻ്റർ. ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിന് 3D റൂഫ് എന്ന് പേര് കൊടുക്കാം. 3D റൂഫ് എന്ന് പേര് കൊടുക്കാം. അതിന് ഒരു കളറ്, ശരിക്കും റൂഫിൻ്റെ ഏകദേശം ഈ ഒരു കളർ കൊടുക്കാം. ഈ ഒരു കളർ കൊടുക്കാം. ഓക്കെ അടിക്കാം. ഇനി വേറൊരു ലെയർ കൂടി നമുക്ക് റൂഫിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിന് 3D റൂഫ് എഡ്ജ് എന്ന് നെയിം ചെയ്യാം. 3D റൂഫ് എഡ്ജ്. റൂഫിൻ്റെ എഡ്ജാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേറൊരു കളർ നമുക്ക് കൊടുക്കാം. അതിന് നമുക്ക് ഈ ഒരു കളർ കൊടുക്കാം. ഓക്കെ അടിക്കാം. 31 എന്ന് പറയുന്ന കളർ കൊടുത്ത് ഓക്കെ അടിക്കാം. എന്നിട്ട് ഈ ലെയർ നമുക്ക് കറണ്ട് ലെയർ ആക്കാം. സെറ്റ് കറണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിന് പേര് കൊടുക്കാം. 3D ലെയറിന് 3D ലെയർ 3D റൂഫ് എഡ്ജ് പേര് കൂടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അത് സെറ്റ് കറണ്ട് ആക്കാം. കറണ്ട് ലെയർ ഇനി ക്ലോസ് ചെയ്യാം. അപ്പോൾ 3D റൂഫ് എഡ്ജാണ് ഇപ്പോൾ കറണ്ട് ലെയർ. ഇനി നമുക്ക് ഒരു ബോക്സ് ഉണ്ടാക്കാം. 3D റൂഫ് എഡ്ജിൻ്റെ ബോക്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ബോക്സ് കമാൻഡ് എടുക്കുക. അതിൽ ഫസ്റ്റ് കോർണർ ഈ എൻ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ഈ എൻ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് 6 ഇഞ്ച് പൊക്കം ഹൈറ്റ് ചെയ്യാം. 6 ഇഞ്ച്. ഇനി നമ്മൾ ഇത് ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലാണ് ഈ വ്യൂ. ഇത് നമുക്ക് ഇനി 2D വയർ ഫ്രെയിം വ്യൂവിലാക്കാം. അപ്പോഴേ നമുക്ക് കൃത്യമായി വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ചെയ്യാം. ഇനി നമ്മളിപ്പോൾ ഗ്രൗണ്ട് ലെവലിലാണ് ഇപ്പോൾ ഈ 3D എഡ്ജ് റൂഫ് എഡ്ജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് ഹൈറ്റ് ഇങ്ങനെ അത് പൊക്കി റൂഫിൻ്റെ ഹൈറ്റിലേക്ക് പൊക്കണം, മൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി മൂവ് കമാൻഡ് എടുക്കുക. എൻ്റർ. M ആണ് ഷോർട്ട് കട്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. എൻ്റർ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം 9 അടി വരുത്തുക. 9 അടി എൻ്റർ. അപ്പോൾ 9 അടി പൊക്കത്തിലേക്ക്, അതായത് റൂഫിൻ്റെ, അതായത് 3D വാളിൻ്റെ മുട്ടി നിൽക്കുന്ന പൊക്കം. 3D വാൾ 9 അടിയാണ്. അതിൻ്റെ പൊക്കത്തിലേക്ക് നമ്മൾ ഉയർത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ റൂഫിൻ്റെ 2D റൂഫിൻ്റെ ഈ ഭാഗം അതായത് ഈ ഹിപ്പുകൾ, റൂഫിൻ്റെ ഹിപ്സ്, ഈ 4 ഹിപ്സും ഈ എഡ്ജ് ലൈനും കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 3D റൂഫ് എഡ്ജിൻ്റെ ഈ എൻ പോയിന്റിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അതാദ്യം കോപ്പി ചെയ്യുക. കോപ്പിയുടെ ഷോർട്ട് കട്ട് CO ആണ്. CO എൻ്റർ. ഈ ഹിപ്പ് ലൈൻസ് ആദ്യം
സെലക്ട് ചെയ്യുക. ശേഷം ഈ റിഡ്ജ് ലൈനും സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി കോപ്പി ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ബേസ് പോയിൻ്റ് ആയിട്ട് ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് ഈ റൂഫ് എഡ്ജിൻ്റെ ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പം അങ്ങോട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി ഇത് നമ്മളിപ്പോൾ 3D റൂഫിലാണ് കിടക്കുന്നത്. ഉണ്ട്, 3D റൂഫിലാണ്. അത് നമുക്ക് 3D റൂഫ് അത് റൂഫ് 2D റൂഫിലാണ് കിടക്കുന്നത്. ഇത് നമുക്ക് 3D റൂഫിലേക്ക് ആക്കണം. അതിന് ഇതെല്ലാം സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ഈ 2D റൂഫിൻ്റെ ഈ ലൈനുകളെല്ലാം സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഈ റൂഫ് എന്നുള്ള ഇതിൽ കേട്ടിട്ട് 3D റൂഫിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് 3D റൂഫ് ലെയറായി കഴിഞ്ഞു. 3D റൂഫിൻ്റെ ലെയറായി കഴിഞ്ഞു. ഇനി നമുക്ക് അതായത് 2D റൂഫ് ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാം. 2D റൂഫ് ഫ്രീസ് ചെയ്യാം. അപ്പോൾ അത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 3D റൂഫ് കറണ്ട് ലെയറാക്കാം. ഇപ്പോൾ 3D റൂഫ് കറണ്ട് ലെയറായി. ഇതാണ് 3D റൂഫ് ലെയർ. ശേഷം തൽക്കാലത്തേക്ക് നമുക്ക് ഈ 3D റൂഫ് എഡ്ജും ഫ്രീസ് ചെയ്താക്കാം. അപ്പോൾ ഇത് മാത്രമായി. ഇനി ഇതാണ് ഇപ്പോൾ റൂഫിൻ്റെ പോർഷൻ, 3D റൂഫിൻ്റെ പോർഷൻ. ഇത് നമുക്ക് ശരിക്കും ഇത് ഹൊറിസോണ്ടൽ ലെവലിൽ കിടക്കുകയാണ്. ഇത് നമുക്ക് സ്ട്രെച്ച് ചെയ്യണം. ഈ ഭാഗം റിഡ്ജ് ലൈനൊക്കെ പൊക്കി മേൽക്കൂര പോലെ ആക്കണം, സ്ട്രെച്ച് ചെയ്യണം. അത് സ്ട്രെച്ചിൻ്റെ കമാൻഡ് എസ് ആണ്. എസ് എൻ്റർ ചെയ്താൽ മതി. എസ് എൻ്റർ. ഇപ്പോൾ സ്ട്രെച്ച് കമാൻഡ് കിട്ടി. ഫുൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. എവിടെയെങ്കിലും ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഓർത്തോഗോൺ ആയിരിക്കണം, നേരെ പൊക്കുക. നമ്മൾ 4 അടി ഉയരത്തിലേക്കാണ് പൊക്കണം. ഇങ്ങനെ എത്ര വേണമെങ്കിലും പൊക്കാൻ പറ്റും. ഈ റൂഫിൻ്റെ മേൽക്കൂരയുടെ പൊക്കം നമുക്ക് 4 അടി പൊക്കം മതിയാകും. അപ്പം 4 അടിയിലേക്ക് ഉയർത്താം. 4 അടി, എൻ്റർ. ഇപ്പം മേൽക്കൂര 4 അടി ഉയരത്തിലേക്ക് നമ്മൾ ഉയർത്തി. ഇനി ഇതിന് ഈ ഒരു 3D ഈ മേൽക്കൂരയ്ക്ക് ഒരു ഫേസ് കൊടുക്കണം. നമ്മൾ 3D ഫേസ് കൊടുക്കണം. അതിന് 3D ഫേസ് എന്നുള്ള കമാൻഡ് നമുക്ക് എടുത്തത് ഇതിൽ ഒരു ഫേസ് ഉണ്ടാക്കാം. ഈ 4 ഭാഗത്തും നമുക്ക് ഈ ഫേസ് ഉണ്ടാക്കാൻ പറ്റും. അതിന് 3D ഫേസ് കമാൻഡ് എടുക്കാം. അതിന് 3DF എന്ന് ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. 3DF എന്ന് അടിച്ചാൽ മതിയാവും. 3DF എൻ്റർ. അപ്പോൾ ഇനി ഫസ്റ്റ് പോയിന്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. തേർഡ് പോയിന്റ് ഈ റിഡ്ജ് ലൈനിൻ്റെ ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ഫോർത്ത് പോയിന്റ് ഈ പോയിന്റ് ഹിപ്പ് ലൈനിൻ്റെ ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. ശേഷം ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് ഈ പോയിന്റ് ഹിപ്പ് ലൈനിൻ്റെ ഈ പോയിന്റ് ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി എൻ്റർ ചെയ്യുക. 2 പ്രാവശ്യം എൻ്റർ ചെയ്യുക. പിന്നീട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ശരിക്കും 3D ഫേസ് ആയി കഴിഞ്ഞു. അത് നമുക്കറിയണമെങ്കിൽ ഈ 2D വയർ ഫ്രെയിമിൽ നിന്ന് നമ്മൾ ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് പോയാൽ മതിയാവും. ഇപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് 2D വയർ ഫ്രെയിമിലേക്ക് ആക്കാം. എന്നിട്ട് അടുത്ത ഭാഗം കൂടി 3D ഫേസ് ആക്കാം. ഇനി 3D ഫേസിന് 3DF എന്ന് ഷോർട്ട് കട്ട് ടൈപ്പ് ചെയ്യുക. 3DF എൻ്റർ. ഫസ്റ്റ് പോയിന്റ് 3D ഫേസിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഈ റിഡ്ജ് ലൈനിൻ്റെ ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. തേർഡ് പോയിന്റ് ആയിട്ട് ഈ റിഡ്ജ് ലൈനിൻ്റെ അവസാനത്തെ റിഡ്ജ് ലൈനിൻ്റെ ഈ ഭാഗത്ത് സെലക്ട് ചെയ്യുക. ഫോർത്ത് പോയിന്റ് ആയിട്ട് ഈ ഹിപ്പ് ലൈനിൻ്റെ ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ഇനി ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി എൻ്റർ ചെയ്യുക. ഇനി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും 3D ഫേസ് കിട്ടിക്കഴിഞ്ഞു. ഇപ്പം നമുക്ക് നോക്കാം. ഈ 2D വയർ ഫ്രെയിമിൽ നിന്ന് നമുക്ക് ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് 3D ഫേസ് കിട്ടിക്കഴിഞ്ഞു. 3D ഫേസ് ആയി കഴിഞ്ഞു. ഇനി നോക്കാം നമുക്ക്. ഇനിയെല്ലാം നമുക്ക് ഈ ഫ്രീസ് ചെയ്തെല്ലാം ഡ്രോ ചെയ്ത് നോക്കാം. 3D റൂഫ് എഡ്ജ്, ഇതിൻ്റെ എഡ്ജ്
നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കണം. അത് നമ്മൾ ഡ്രോ ചെയ്യാം. ഉണ്ട്. ഇപ്പോൾ 3D റൂഫ് അടിച്ച് ഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി 3D വാൾ നമുക്ക് ഡ്രോ ചെയ്യാം. ഇപ്പോൾ 3D വാൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ 3D റൂഫ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കറക്റ്റായിട്ട്. ഇനി നമുക്ക് 3D ഫ്ലോർ ക്രിയേറ്റ് ചെയ്യണം. 3D ഫ്ലോർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 3D ഫ്ലോറിലേക്ക് വരാം. ആദ്യം 0 ലെയറിലേക്ക് നമുക്ക് ആദ്യം പ്രസൻറ്റ് ലെയർ ആക്കാം. ശേഷം നമുക്കിതെല്ലാം ഫ്രീസ് ചെയ്യാം. ഒന്ന് 3D റൂഫ് ഫ്രീസ് ചെയ്യാം, 3D റൂഫ് എഡ്ജ് ഫ്രീസ് ചെയ്യാം, 3D വാൾ ഫ്രീസ് ചെയ്യാം. അപ്പോൾ ഒന്നുമില്ല. ഇനി നമ്മളിവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന വാൾ ഡ്രോ ചെയ്യുക. ശേഷം വാളിൻ്റെ മുകളിൽ ഫ്രീസ് വെച്ചിരിക്കുന്ന ത്രെഷോൾഡും അതും ഡ്രോ ചെയ്യാം. ഇതുകൊണ്ടാണ് നമ്മൾ 3D ഫ്ലോർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 3D ഫ്ലോറിൻ്റെ ഒരു ലെയർ നമുക്ക് ഉണ്ടാക്കാം. LA എന്ന് ഇത് ചെയ്യാം. LA എൻ്റെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിന് 3D ഫ്ലോർ എന്ന് പേര് കൊടുക്കുക. അത് സെറ്റ് കറണ്ട് ആക്കാം, കറണ്ട് ലെയർ ആക്കാം. അതിന് മുമ്പ് ഈ ലെയറിന് നമുക്ക് പോയി കളർ കൊടുക്കുന്നതെന്നായിരിക്കും. വൈറ്റ് വേണ്ട, വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. ഈ കളർ നമുക്ക് ശരിക്കും ഈ ഒരു നീല കളർ കൊടുത്താൽ മതിയാവും. ഇത് 151 എന്ന് പറയുന്ന ഈ കളർ ഓക്കെ അടിക്കുക. അവിടെ സെറ്റ് കറണ്ട് ആക്കാം. അടുത്ത ഈ കറണ്ട് ലെയർ അതാക്കാം, ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ ലെയർ പ്രോപ്പർട്ടി ക്ലോസ് ചെയ്യുക. ഇപ്പോൾ 3D ഫ്ലോറാണ് കറണ്ട് ലെയർ. ഇനി നമുക്ക് 3D ഫ്ലോർ ഉണ്ടാക്കാം. 3D ഫ്ലോർ 2 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ഇതിന് ഫ്ലോർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ത്രെഷോൾഡ് 2 ഇഞ്ച് കനത്തിൽ നമുക്ക് പൊക്കി ഹൈറ്റിൽ പൊക്കാൻ പറ്റും. അപ്പോൾ ബോക്സ് എടുക്കുക, ത്രെഷോൾഡിൻ്റെ ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ശേഷം ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. 2 ഇഞ്ച് കനത്തിലേക്ക് പൊക്കുക. 2 എൻ്റർ, 2 എൻ്റർ. ഇനി നമ്മളിത് ഇപ്പോൾ ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്കാണ് കാണുന്നത്. നമുക്കതിനി 2D വയർ ഫ്രെയിം ആക്കാം. അതായിരിക്കും സൗകര്യം ഇത് ക്ലിയർ ആയി കിട്ടാനായിട്ട്. ഇനി നമുക്ക് ബോക്സ് കമാൻഡ് എടുത്തു കഴിഞ്ഞിട്ട് ഈ പടിയുടെ ഈ വാതിലിൻ്റെ ഈ ഭാഗം, ഇത്രയും ഭാഗം എൻട്രൻസ് ഭാഗം, അതും നമുക്ക് ഇത്രയും 2 ഇഞ്ച് കനത്തിൽ പൊക്കേണ്ടി വരും. അപ്പോൾ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ 2 ഇഞ്ച് എൻ്റർ. ഇതുപോലെ നമുക്ക് ഈ ഭാഗത്തും ആദ്യം തന്നെ ത്രെഷോൾഡും വാതിലിൻ്റെ അകത്തുള്ള ഭാഗം 2 ഇഞ്ച് കനത്തിൽ പൊക്കാം. എൻ്റർ അടിച്ചാൽ മതിയാവും. ബോക്സ് കമാൻഡ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, 2 ഇഞ്ച് എൻ്റർ. ഇനി എൻ്റർ അടിക്കുക. ഡോറിൻ്റെ അകത്തുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക, 2 ഇഞ്ച് വെച്ച് 2 ഇഞ്ച് എൻ്റർ. ഇനി എല്ലാ ഡോറിൻ്റെ അകത്ത് ആദ്യം 2 ഇഞ്ച് കനത്തിൽ, എല്ലാം 2 ഇഞ്ച് കനത്തിലാണ്. ഫ്ലോറും അതേസമയം ഇതെല്ലാം ഫ്ലോർ 2 ഇഞ്ച്, എല്ലാ ഫ്ലോറും 2 ഇഞ്ച് കനത്തിലാണ്. അപ്പോൾ ഇവിടെയും എൻ്റർ അടിച്ച് 2 ഇഞ്ച് കനത്തിൽ നമുക്ക് ഡോറിൻ്റെ അകത്തുള്ള ഈ ഭാഗം 2 ഇഞ്ച് കനത്തിൽ ഹൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇവിടെ ഒരു ഡോർ കൂടി ഉണ്ട്. എൻ്റർ ചെയ്യുക. ഇനി അകത്ത് ആദ്യം നമുക്ക് ലിവിങ് റൂമിൽ 2 ഇഞ്ച് കനത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഫ്ലോർ ക്രിയേറ്റ് ചെയ്യാം. അപ്പം എൻ്റർ അടിക്കുക. ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക.
ശേഷം ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, 2 ഇഞ്ച് കനത്തിൽ ചെയ്യുക. പിന്നെ ഈ ലിങ്ക് ടുവിൻ്റെ മുഴുവൻ ഭാഗം ഇല്ല, ഈ ഭാഗം കൂടി നമുക്കത് ചെയ്യണം. അപ്പോൾ ഈ ഭാഗത്തിലും ചെയ്യുക, എൻ്റർ അടിക്കുക, ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, ലിങ്ക് ടുവിൻ്റെ അടുത്തത് ഈ എൻഡ് പോയിന്റ്, ഈ ഭാഗം ഇതിൻ്റെ ടച്ച് ചെയ്തുള്ള ഭാഗം, ഇപ്പോൾ നമ്മൾ ജോയിൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ടച്ച് ചെയ്തുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ഇഞ്ച് കനത്തിൽ വയ്ക്കുക. അപ്പോൾ അവിടെയും നമ്മൾ 2 ഇഞ്ച് കനത്തിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാത്റൂം, അതിൻ്റെ ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, ഫസ്റ്റ് കോർണറായിട്ട്, സെക്കൻഡ് കോർണറായിട്ട് ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, 2 ഇഞ്ച് കനത്തിൽ ക്രിയേറ്റ് ചെയ്യുക. ഇനി എൻ്റർ അടിക്കുക. ഇനി ബെഡ്റൂമിൻ്റെ ഫസ്റ്റ് കോർണർ ആയിട്ട് ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, സെക്കൻഡ് കോർണറായിട്ട് ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, 2 ഇഞ്ചിലേക്ക് ഉയർത്തുക, ടു എൻ്റർ. ഇനി ഇവിടെ ഇത് മാത്രം, ഇതും കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്, അതായത് സിറ്റ് ഔട്ട്, അതും എൻ്റർ അടിക്കുക. സിറ്റ് ഔട്ടിൻ്റെ ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, നെറ്റ് ഓപ്പോസിറ്റ് എൻഡ് പോയിന്റ് ആയിട്ട് ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, 2 ഇഞ്ച് 2 എൻ്റർ. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ അതിൻ്റെ 2 ഇഞ്ച് കനത്തിൽ ഈ ഫ്ലോർ മുഴുവനും ഉയരത്തിലേക്കാക്കി കഴിഞ്ഞു, 2 ഇഞ്ച് കനത്തിലേക്ക് ഫ്ലോർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമുക്ക് കൃത്യമായിട്ട് കാണുന്നതിന് നമുക്ക് ഈ 2D വയർ ഫ്രെയിമിൽ നിന്ന് ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് പോയാൽ മതിയാവും. അപ്പോൾ കറക്റ്റായിട്ട് 2 ഇഞ്ച് കനത്തിൽ നമ്മൾ ഫ്ലോർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഫ്രീസ് ചെയ്തതെല്ലാം ഡോ ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ആദ്യം 3D റൂഫ് ഡോ ചെയ്യാം, അത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്, അത് ഡോ ചെയ്യാം. അപ്പോൾ 3D റൂഫായി. ഇനി 3D റൂഫ് എഡ്ജ്, അതും ഡോ ചെയ്യാം, അതിനടിയിലുള്ള എഡ്ജുകൾ ഇപ്പോൾ കറക്റ്റായി. ഇനി 3D വാൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അതും ഡോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതും നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞു, നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇനി നോക്കാം, ഇതാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഭാഗം. 3D റൂഫ്, 3D റൂഫ് എഡ്ജ്, 3D ഫ്ലോർ, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തു. നേരത്തെ നമ്മൾ 3D വാളും ആണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതിനോടൊപ്പം ഇതിപ്പോൾ 3D റൂഫും 3D റൂഫ് എഡ്ജും 3D ഫ്ലോറും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൃത്യമായിട്ട് കാണുന്നതിന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞായിട്ട് ഇങ്ങനെ പിടിച്ച് ഇതുപോലെ ഈ മൗസിൻ്റെ മിഡിൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്താൽ മതിയാവും. കൃത്യമായിട്ട് നമുക്കെല്ലാം കാണാൻ കഴിയും. മിഡിൽ ബട്ടൺ കൂടി ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി കാണാൻ കഴിയുന്നതാണ് എല്ലാം. അപ്പോൾ നമ്മൾ കൃത്യമായി ഈ ഇതിൻ്റെ 3D റൂഫും 3D റൂഫ് എഡ്ജും 3D ഫ്ലോറും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ നേരത്തെയുള്ള വ്യൂ, അതായത് നമ്മൾ SW ഐസോമെട്രിക് വ്യൂവിലായിരുന്നത് എല്ലാം ക്രിയേറ്റ് ചെയ്തത്, ആ വ്യൂവിലേക്കാകാൻ അത് പിന്നീട് ഒന്ന് SW ഐസോമെട്രിയിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ SW ഐസോമെട്രിക് വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് SC ഐസോമെട്രിക് വ്യൂവിലേക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് SC ഐസോമെട്രിക് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ SC ഐസോമെട്രിക് വ്യൂവിലേക്ക് വന്നു. ഇനി സൂം ചെയ്യാൻ, സൂം Z എൻ്റർ, E എൻ്റർ. ഇപ്പോൾ സൂം ചെയ്തിരിക്കുകയാണ്, ഈ കൃത്യമായി സൂം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നാം ഇത്രയും ചെയ്തു കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, എൻ്റെ ഈ ചാനൽ ഈസി കാർഡ് എന്ന ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.